ഡിയർ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ടാണ് നാം ഇന്ന് പോകുന്നത്. നമ്മൾ സ്കാൻ ലൈൻ അൽഗോരിതം പഠിച്ചു. അതിൽ 3 ടൈപ്പ് പഠിച്ചു. ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു, DDA മെത്തേഡ് പഠിച്ചു, പ്ലസ് എൻഹാൻസ് പഠിച്ചു. ഇനി നമുക്ക് സർക്കിളിൻ്റെ പഠിക്കാനുണ്ട്, പിന്നെ പോളിഗൺ ഫില്ലിങ്ങും പഠിക്കാനുണ്ട്. അതിൽ പോളിഗൺ ഫില്ലിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് പോളിഗൺ? പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പോളി എന്ന് പറഞ്ഞാൽ മെനിയാണ് എന്നാണ് അർത്ഥം. പോളിഗൺ എന്ന് പറഞ്ഞാൽ മെനി സൈഡ്സ്, അതായത് നമുക്ക് രണ്ട് സൈഡുള്ള വശങ്ങളല്ല രൂപങ്ങൾ. അങ്ങനെ വശങ്ങളില്ല. മിനിമം എന്ന് പറയുമ്പോൾ 3 വരിക. ത്രികോണം, ചതുരം, അങ്ങനെ പോവും. പിന്നെ പഞ്ചഭുജം, അങ്ങനെ 5 വശമുള്ള 6 വശമുള്ള, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എത്ര വശം വേണമെന്നുള്ളെങ്കിലും നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും. അങ്ങനെ 2 കൂടുതലല്ല 3 കൂടുതൽ വശങ്ങളുള്ളതിനെ എല്ലാം നമുക്ക് വേണം പോളിഗൺ എന്ന് പറയാം. പോളിഗൺ എന്ന് പറഞ്ഞാൽ മെനി സൈഡ്സ് എന്നുള്ള അർത്ഥത്തിലാണ് പോളി മീൻസ് മെനി എന്നർത്ഥം ആണ് പോളിഗൺ എന്ന് പറയുന്നത്. പോളിഗൺ ഫില്ലിങ് എങ്ങനെയാണ് ഒരു പോളിഗൺ ഫില്ലിങ് ചെയ്യുന്നത്? ഇത് ഗ്രാഫിക്സിൻ്റെ കേസിലാണ് പറഞ്ഞത്. കളർ ഫില്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് സ്ക്രീനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പോളിഗൺ വിസിബിൾ ആവുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. Polygon is an ordered list of vertices. For filling polygon with particular colors, you need to determine the pixel falling on the border of the polygon and which falls inside the polygon. We can fill polygon using different techniques. എങ്ങനെയാണ് പോളിഗണിൽ പർട്ടിക്കുലർ കളേഴ്സ് ആഡ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ പിക്സൽ കൊടുക്കാൻ വേണ്ടി, കളർ പിക്സൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോയിൻ്റ് ഡിറ്റർമിൻ ചെയ്യണം. എന്നാൽ ആ പോയിൻറ്റ്സിലാണ് കളർ ഫില്ല് ചെയ്യുക. അതിന് മെയിനായിട്ട് 3 ടെക്നിക്കുകളാണ് ഉള്ളത്. ആ 3 ടെക്നിക്ക് എന്ന് പറയുന്നത്, ഒന്ന് സ്കാൻ ലൈൻ അൽഗോരിതം, ഫ്ലഡ് ഫിൽ അൽഗോരിതം, ബൗണ്ടറി ഫിൽ അൽഗോരിതം. 3 തരം ടെക്നിക്കുകളാണുള്ളത് പോളിഗൺ ഫില്ലിങ്ങിന്. സ്കാൻ ലൈൻ അൽഗോരിതം, ഫ്ലഡ് ഫിൽ അൽഗോരിതം, ബൗണ്ടറി ഫിൽ അൽഗോരിതം. അതിൽ നമ്മൾ ഇന്ന് പറയുന്നത് സ്കാൻ ലൈൻ അൽഗോരിതം എന്താണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചിത്രം, പോളിഗണിൻ്റെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. സ്ക്വയർ ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 വശങ്ങളുള്ള ഒരു പോളിഗണാണ് ഇത്. ഉദ്ദേശം ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി എന്താണ് സ്കാൻ ലൈൻ അൽഗോരിതം? The algorithm works by intersecting scan line with polygon edges and fill the polygon between pairs of intersection. അതായത് ഈ അൽഗോരിതം പറയുന്നത്, ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്കാൻ ലൈനുകളിലെ പോയിൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പോയിൻറ്റിൽ കളർ ഫില്ല് ചെയ്യുന്ന ടെക്നിക്കാണ് സ്കാൻ ലൈൻ അൽഗോരിതം. അതിനുള്ള പേര് സ്കാൻ ലൈൻ അൽഗോരിതം എന്ന് പറയാൻ കാരണം ജസ്റ്റ് ഒന്ന് ആ ഫിഗർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഈ ചിത്രം നോക്കൂ. ഇതൊരു പോളിഗണാണ്. ഈ ചിത്രം കാണാൻ ഇതൊരു പോളിഗണാണ്. ഈ പോളിഗണിൻ്റെ 2 സ്കാൻ ലൈനാണ് കാണുന്നത്. ഓരോ സ്കാൻ ലൈൻ ഉള്ളതിൽ ആ സ്കാൻ ലൈന് വെച്ചുകൊണ്ട് എങ്ങനെ ഒരു പോളിഗൺ ഫില്ലിങ് നടത്താം എന്നാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ നോക്കൂ, അതിന് മുന്നേ അതിൻ്റെ സ്റ്റെപ്സൊക്കെ പറയാനുണ്ട്. ജസ്റ്റ് ഫിഗർ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് സ്കാൻ ലൈൻ വരുമ്പോൾ, ഒരു ലൈൻ പോളിഗണിൻ്റെ ഉള്ളിലൂടെ ഒരു സ്കാൻ ലൈൻ വരുമ്പോൾ ആ ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റുകളെല്ലാം ഡിറ്റർമിൻ ചെയ്തുകൊണ്ട് കളർ ഫില്ല് ചെയ്യുന്ന ടെക്നിക്കാണ് സ്കാൻ ലൈൻ അൽഗോരിതം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് വൈ മിനിമം ആൻഡ് വൈ മാക്സിമം ഫ്രം ദി ഗിവൺ പോളിഗൺ. തന്ന പോളിഗണിൻ്റെ വാല്യൂവിൽ മിനിമം വൈ വാല്യൂവും മാക്സിമം വൈ വാല്യൂവും കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
നോക്കൂ, ഇതാണ് തന്ന പോളിഗൺ. ഈ പോളിഗൻ്റെ വൈ മിനിമം, ഇതാണ് സ്കാൻ ലൈൻ, ഇതാണ് പോളിഗൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ വൈ മിനിമം വൈ മാക്സിമം ഏറ്റവും താഴെയുള്ളതായിരിക്കും വൈ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത്. ഇത് വൈ മിനിമം, ഇത് വൈ മാക്സിമം ലാസ്റ്റ് വാല്യൂ. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഇതാണ്, ഏറ്റവും കുറഞ്ഞ ഭാഗം ഇതുമാണ്. അതുകൊണ്ട് വൈ മിനിമം വൈ മാക്സിമം കണ്ടുപിടിച്ചു. ഇനി ഈ സ്കാൻ ലൈൻ കടന്നു പോകുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ പി എന്ന് ഡെനോട്ട് ചെയ്യുക. ഫസ്റ്റ് പോയിൻറ്റിനെ പി നോട്ട് എന്നും സെക്കൻഡ് പോയിൻറ്റ് P1 അങ്ങനെ പോകും. ഇതാണ് ഫസ്റ്റ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. അവിടെ തന്നെ പി നോട്ട് കൊടുത്തു. ഇവിടെ സെക്കൻഡ് P2, ഇത് തേർഡ് P2, P0, P1, P2, P3 ഇങ്ങനെ കൊടുത്തു. ഇനി അതിനുള്ളിലൊക്കെയാണ് നമ്മൾ കളർ ഫില്ല് ചെയ്യേണ്ടത്. കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ചെറിയ സർക്കിളുകൾ കൊടുത്തിട്ടില്ലേ, അതവിടെ തന്നെ കളർ പിക്സലുകൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കാൻ ലൈൻ ഇൻ്റർസെക്റ്റ് വിത്ത് ഈച്ച് എഡ്ജ് ഓഫ് ദി പോളിഗൺ ഫ്രം വൈ മിനിമം ടു വൈ മാക്സിമം. നെയിം ഓഫ് ദി ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഓഫ് ദി പോളിഗൺ ആസ് ദ ഫിഗർ ദേ ആർ നെയിംഡ് ആസ് P0, P1, P2, P3. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുക, വൈ മിനിമം വൈ മാക്സിമം കണ്ടുപിടിക്കാനുള്ള കാര്യം മാത്രം പറയുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിന് പേര് കൊടുക്കുന്നത് P0, P1, P2, P3 അത് കൊടുക്കുന്നതും പറയാം. തേർഡ് എന്ന് പറഞ്ഞാൽ സോർട്ട് ദി ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എക്സ് കോർഡിനേറ്റ്. പിന്നെ എന്ത് ചെയ്യുക, ഈ കൊടുത്ത പോയിൻറ്റിന് ഇൻക്രീസിങ് ഓർഡറിൽ കൊടുക്കുക. P0, P1, P2 ആൻഡ് P3 എന്നുള്ള രൂപത്തിൽ കൊടുക്കുക. അതുപോലെ ഇവിടെ 2 പ്രാവശ്യം P2 എഴുതിയിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ഇല്ല കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്താണ് കോർഡിനേറ്റ് ആക്കിയിട്ട് എഴുതിയതാണ് കേട്ടോ. അതായത് ഫസ്റ്റത്തത് P0, P1. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നോക്കൂ, ശ്രദ്ധിക്കുക പറഞ്ഞുതരാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ ഒരു പോയിൻ്റ് അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം 2, 3 എന്നുള്ളൊരു പോയിൻ്റ് ആണെങ്കിൽ അങ്ങനെ എഴുതുക. അതായത് ഫസ്റ്റത്തെ കോർഡിനേറ്റിനെ P0, P0 എടുക്കുക. ഫസ്റ്റത്തെ കോർഡിനേറ്റ് P0, P1, അടുത്തത് P1, P2, പിന്നെ അടുത്തത് P2, P3 അങ്ങനെ കോർഡിനേറ്റുകളായിട്ട് കൺസിഡർ ചെയ്യുക. അതാണ് അടുത്തതിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത് സോർട്ട് ദി ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എക്സിൻ്റെ ഇൻക്രീസിങ് ഓർഡർ അനുസരിച്ചിട്ട്, അത് എക്സ് വാല്യൂ ആണല്ലോ ഇങ്ങനെ വരുന്നത്, വൈ വാല്യൂ താഴത്തേക്കും മുകളിലേക്കും ആണല്ലോ ഉള്ളത്. അതിനനുസരിച്ചിട്ട് P0, P1, P1, P2, P3 അതിങ്ങനെ അങ്ങനെ എഴുതാനാണ് പറയുന്നത്. ഇനി നാലാമത്തെ പോയിൻ്റാണ് ഫിൽ ഓൾ ഓഫ് ദോസ് പെയർ ഓഫ് കോർഡിനേറ്റ്സ് ദാറ്റ് ആർ ഇൻസൈഡ് പോളിഗൺ ഇഗ്നോർ ദ ഓൾട്ടർനേറ്റീവ് പെയർ. എന്താ ഈ എല്ലാ പെയേഴ്സിനെയും എന്താണ് ഫില്ല് ചെയ്യുക. അതിലെന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് ഓൾട്ടർ ചെയ്ത് വരുന്ന പെയേഴ്സിനെ ഇഗ്നോർ ചെയ്യുക. അതായത് ഒരിക്കലും P3, P1 എന്നുള്ളൊരു കോർഡിനേറ്റ് വരിക. ചിലർ എഴുതുമ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ഇതേ ഓർഡർ കിട്ടാണ്ട് P3, P1. അത് കാരണം എന്താ, ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ P3 കഴിഞ്ഞ് P1 എന്ന് പറഞ്ഞപ്പോൾ എന്താ, അത് ഡിക്രീസിങ് ആണ്. അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യണം. അങ്ങനെ ഓൾട്ടർ ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ പിക്സലുകളിൽ കളറ് ഫില്ല് ചെയ്യുക. ആ ടെക്നിക്കിൻ്റെ പേരാണ് സ്കാൻ ലൈൻ അൽഗോരിതം. വളരെ സിമ്പിളാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇതിലൊറ്റ സ്റ്റെപ്പ് മെയിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ വൈ മിനിമം വൈ മാക്സിമം കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞാൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. P0, P1 അങ്ങനെയുള്ള പോയിൻറ്റുകൾ കണ്ടുപിടിക്കുക. പിന്നെ അതിന് ഇൻക്രീസിങ് ഓർഡറിൽ കോർഡിനേറ്റ് ആക്കുക. പിന്നെ എന്ത് ചെയ്യുക, അതിൽ കളർ പിക്സൽ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.